എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ നിഞ്ച ആളാണെങ്കിൽ ഉച്ചത്തിൽ ബഹളം വെക്കുകയാണ്. സത്യം പറയും, നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? ആ വില്ലന്മാര് നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചല്ലേ? ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ നിഞ്ചയെ മുഴുവനായിട്ടും കാണിക്കും. ആളെ ചെയിനൊക്കെ ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഉടനെ ആ ക്യാറ്റ് വൈപ്പർ കിങ് ആളങ്ങനെ മുൻപോട്ടേക്ക് വന്ന് ആളുടെ മുൻപിൽ തല വണങ്ങി നിൽക്കും. ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം. ആ സമയത്ത് ഞങ്ങളുടെ മുൻപിൽ വേറെ വഴിയില്ലായിരുന്നു. ലോക്ക് ചെയ്തിട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കാനും വില്ലന്മാരോട് ഫൈറ്റ് ചെയ്യാനുമായിട്ട് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ലോക്ക് ചെയ്തിട്ടത്. ചെയ്തത് അത് മഹാ അപരാധമാണെന്ന് പറഞ്ഞ് അവരങ്ങനെ തല കുനിച്ച് നിൽക്കും. ലൂഫിക്കും ടീമിനും ആണെങ്കിൽ അവരുടെ കൺട്രോൾ പോകും. വാവ്, ഇതാണല്ലേ നിങ്ങൾ പറഞ്ഞ ആ ഒരു നിഞ്ച. അവന്റെ സൗന്ദര്യം കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഭയങ്കര പവറും ശക്തി ആയിരിക്കുമെന്ന്. ഇതുപോലൊരു വൃത്തികെട്ടവനെ കാണിക്കാൻ ഇവിടം വരെ കഷ്ടപ്പെട്ട് വരേണ്ടി വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇത് ഞങ്ങളുടെ വിധിയാണെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങും. അത് കണ്ട നമ്മുടെ നിഞ്ച നമ്മുടെ ആൾക്കാരെ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ ആൾക്കാർ ആരാണെന്നും എന്താണെന്നൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങും. അതിനവരും ലൂഫിയെ കുറിച്ചും അവന്റെ അസിസ്റ്റൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയും. അവരെങ്ങനെയാണ് ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം സാമുറായും കാൻസറോയും മൊമന്റോസ്കിയും അവരിപ്പോ നിഞ്ച റേസർ അടുത്തേക്ക് വന്ന് അവരുടെ സ്നേഹവും അങ്ങനെ പങ്കുവെക്കുകയാണ്. ഇവിടെ ലൂഫിയും ടീമും ആണെങ്കിൽ അവനെങ്ങനെ തുറച്ചു നോക്കുകയാണ്. അത് കണ്ട് കൺട്രോൾ പോയ നിഞ്ച ആണെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, നിങ്ങൾക്കെന്താ കുഴപ്പം? വന്നത് മുതൽ നിങ്ങൾ എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ നിങ്ങൾക്കെന്താ അത്രയധികം ഇഷ്ടപ്പെട്ടു പോയെന്ന് ചോദിക്കും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഡബിൾ ഷോക്കാവുകയാണ്. മറ്റൊരു ഭാഗത്ത് റോബിൻ ആൻഡ് ടീം അവരും ആ മരത്തിലൂടെ കയറി അങ്ങനെ പതിയെ നടന്നു വരുമ്പോഴായിരിക്കും ആ കുഷിക്കി ഫാമിലിയുടെ സിമ്പിള് അത് റോബിൻ അവിടെ കാണുക. തൊട്ട് താഴെയായിട്ട് ഒരു ചുവന്ന കല്ല് അവൾ കാണുകയാണ്. അവൾ ഒരു സെക്കൻഡ് അത് കണ്ട് വണ്ടർ അടിക്കും. കാരണം അവൾ ഇത്രയും നാളും തേടി അലഞ്ഞ പോണോഗ്ലിഫ് അതാണ്. ഉടനെ ആ ഡോഗ് കിങ്ങും ക്യാറ്റ് കിങ്ങും അവർ രണ്ടുപേരും റോബിന്റെ അടുത്തേക്ക് വരും. നിന്നെ കൊണ്ട് മാത്രമേ ഇത് വായിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചുള്ള ഡീറ്റെയിൽസും ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ റോബിനാണെങ്കിൽ അവളുടെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ ഐലാൻഡിൽ വെച്ച് ഒരുപാട് ബുക്സ് ഒക്കെ വായിച്ച് അവളും ഒരു ആർക്കിയോളജിസ്റ്റ് ആയിട്ട് തീർന്നു. പക്ഷെ നേവിക്കാർക്ക് അതിൽ അസൂയ തോന്നി. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെയും ബുക്സുകളെയും അങ്ങനെ എല്ലാവരെയും ആ ഐലാൻഡിൽ വെച്ച് ചുട്ടെരിച്ചു കളഞ്ഞു. അവിടുന്ന് സാക്ഷാൽ അവക്കിച്ചയുടെ സഹായത്തോടു കൂടെ രക്ഷപ്പെട്ട ഒരേ ഒരാള് അത് റോബിൻ മാത്രമാണ്. അവളെ കൊണ്ട് മാത്രമേ ഈ പോണോഗ്ലിഫ് വായിക്കാൻ പറ്റൂ. പക്ഷെ അതിനുശേഷം റോബിന് ശരിക്കും ദുരിത കാലഘട്ടമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അവള് സർവൈവ് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. കട്ട് ചെയ്ത ഇപ്പൊ റോബിൻ അവളാണെങ്കിൽ പോണോഗ്ലിഫിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് റെഡ് കളറിൽ ഒരു പോണോഗ്ലിഫ് അവൾ കാണുന്നത്. ഇതിനു മുൻപ് കണ്ടതെല്ലാം സാധാരണ കല്ലിലും ഗോൾഡിലും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ ഒരു കളർ വന്നു ചിന്തിച്ച് അവൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതിനാ കിങ്സ് ആണെങ്കിൽ അവളോട് പറയും, ഇതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാൻ പറ്റുമോ? റോബിൻ ആണെങ്കിൽ ഡബിൾ ഹാപ്പി. കാരണം അവരുടെ പെർമിഷനോട് കൂടെയാണ് അവളത് വായിക്കാൻ പോകുന്നത്. അതേസമയം ആ നിഞ്ച ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് ദേഷ്യപ്പെടുകയാണ്. ഉടനെ സാമുറായി ടീമിനെ അവന് പരിചയപ്പെടുത്തി കൊടുക്കും. ഇവരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത സ്ട്രോ ഹാറ്റ് ലൂഫിയും ടീമും. ലൂഫി ആണെങ്കിൽ അവനെ തന്നെ തുറച്ചു നോക്കി അവനോട് പറയും, സത്യം പറയും, നീ ഒരു നിഞ്ചയാണോ? നമ്മുടെ ആൾക്കാരാണെങ്കിൽ നിർത്താതെ ഓരോരോ ടെക്നിക്സുകളുടെ പേര് ആളോട് പറയും. പ്ലീസ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യ്. നമ്മുടെ ആൾക്കാരുടെ കൂടെ തന്നെ ലോയും അവനോട് റിക്വസ്റ്റ് ചെയ്യും. അതിനാ നിഞ്ചയാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച്, യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾ എല്ലാവരും പൈററ്റ്സ് അല്ലേ? നിങ്ങൾക്ക് എന്തിനാ എന്റെ പവർ? ഇത് നിങ്ങളെപ്പോലുള്ള പൈററ്റ്സിന് കാണിച്ചു കൊടുക്കാനുള്ള ഒന്നല്ല. നിങ്ങൾ നറൂട്ടോ സീരീസ് ഒക്കെ കണ്ടുവന്ന് എന്നോട് ആവശ്യമില്ലാത്തൊന്നും ചോദിക്കാനായിട്ട് പാടില്ല. നിഞ്ച എന്ന് പറഞ്ഞ നിങ്ങൾ എന്താ കരുതിയത്? അതൊരു വലിയ പ്രതിഭാസമാണ്. ഒരു നിഞ്ച ആവണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും ഡെഡിക്കേഷനും ഒക്കെ ആവശ്യമാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആവും. ഇവൻ നിഞ്ചയൊന്നും അല്ല, വെറുതെ നമ്മളെ പറ്റിക്കുകയാണ്. അത് കേട്ട് ടെൻഷനായ നിഞ്ച ആളാണെങ്കിൽ ഒരു സ്ക്രോൾ എടുത്ത് കടിക്കുകയാണ്. അടുത്ത നിമിഷം ആൾ ഇൻവിസിബിൾ ആവും. നമ്മുടെ ആൾക്കാർ വണ്ടർ അടിച്ച് ചുറ്റും നോക്കും. അതിനാള് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻവിസിബിൾ ആയതാണ്. നിങ്ങൾ എന്നെ എവിടെ കണ്ടിരുന്നോ, ഞാൻ ആക്ച്വലി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അതിനുശേഷം ആള് ഷാഡോ ക്ലോൺസ് ക്രിയേറ്റ് ചെയ്യും. ഷുരിഗൻ യൂസ് ചെയ്ത് കാണിക്കും. അങ്ങനെ ഒരുപാട് ടെക്നിക്സ് നമ്മളുടെ മുൻപിൽ കാണിക്കും. ആൾക്കാരെല്ലാവരും അത് കണ്ട് ഇംപ്രസ്ഡ് ആയി അങ്ങനെ തരിച്ചു നിൽക്കും. വാവ്, യു ആർ അൺബിലീവബിൾ. നിങ്ങൾക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നോ?
ഞങ്ങൾ സത്യത്തിൽ വിചാരിച്ചത് നിങ്ങൾ വെറും ഒരു യൂസ്ലെസ് ആണെന്നാണ്. പക്ഷെ നിങ്ങൾ ശരിക്കും ഒരു നിഞ്ച തന്നെയാണ്. നിങ്ങളുടെ പവർ കണ്ട് ഞങ്ങൾ ശരിക്കും ഇംപ്രസ്ഡ് ആയെന്ന് പറഞ്ഞ് ആൾക്കാരെല്ലാവരും ചേർന്ന് ഇപ്പോ ആളുടെ ദേഹത്ത് കയറി അങ്ങനെ അറിഞ്ഞ മുറച്ച് ഇടിക്കാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ അവന്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആളുടെ തലയിൽ തന്നെ 5-6 ഇടി കൊടുക്കും. അതിന് കാലി കയറിയ റൈസോ ആണെങ്കിൽ ആളുടെ ബോഡി അത് വമ്പം ഫോഴ്സിൽ അങ്ങനെ ഷേക്ക് ചെയ്ത് അവരെ 3 പേരെയും താഴേക്കിടും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ബോഡിയിൽ കയറിയിരുന്ന് എന്നെ തന്നെ അച്ചരം പൊച്ചരം തല്ലും. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം? ഒരു നിഞ്ചയായി മാറാനും നിഞ്ച ടെക്നിക്സ് അത് യൂസ് ചെയ്യാനും അത്ര സിമ്പിളായിട്ട് ആർക്കും പറ്റില്ല. അത് വർഷങ്ങളുടെ പരിശീലനവും കോൺസെൻട്രേഷനും വേണം. മാത്രമല്ല ചിലർക്ക് മാത്രമേ അത് സ്വായത്തമാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് റൈസോ ആണെങ്കിൽ താഞ്ചറോയെയും സാമുറായെയും കൂട്ടി ഇപ്പൊ അയലാൻഡിന്റെ ഒരു ഭാഗത്തേക്ക് വരും. ആൾ ആ അയലാൻഡിലേക്ക് നോക്കും. വില്ലന്മാരുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ ആ ഒരു അയലാൻഡ് അത് മുഴുവനായിട്ടും അങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. റൈസോയ്ക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് സഹിക്കാനാവില്ല. അവരുടെ അയലാൻഡ് അത് അവൻ കാരണം നശിച്ചിരിക്കുകയാണ്. എന്തു ചെയ്യും, എങ്ങനെ ഇതിനെല്ലാം ഈ അയലാൻഡിലുള്ളവരോട് നന്ദി പറയും എന്നറിയാതെ അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. റൈസോയുടെ വിഷമവും സങ്കടവും കണ്ട് സാമുറായും കാഞ്ചറോയും അവർ രണ്ടുപേരും അവന്റെ വിഷമത്തിൽ പങ്കുചേർന്ന് അവരും അവരെ കൊണ്ട് പറ്റും പോലെ കരയും. റൈസോ ആണെങ്കിൽ ഒരു നിമിഷം ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അവൻ ഈ അയലാൻഡിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഈ അയലാൻഡ് സത്യത്തിൽ അടിപൊളിയായിരുന്നു. സമാധാനവും സന്തോഷവും. അയലാൻഡിന് നടുവിലായിട്ട് ഒരു അടിപൊളി റിവറും ആവശ്യത്തിന് ഫിഷും വെള്ളവും ഒക്കെ തന്നെ അവർ യൂസ് ചെയ്തിരുന്നു. ജനങ്ങൾക്ക് എല്ലാവർക്കും സംതൃപ്തിയാൽ അവരുടെ മനസ്സും മുഖവും ശരീരവും ഒക്കെ ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് അവന് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു അയലാൻഡിനാണ് ഇത്രയും വലിയൊരു ദുർവിധി ഉണ്ടായത്. സത്യത്തില് ഒരു അയലാൻഡിനെ ഇത്രയും അടിപൊളിയാക്കി എടുക്കാൻ ഒരുപാട് വർഷത്തെ അധ്വാനം അത് ആവശ്യമാണ്. പക്ഷെ തകർക്കാൻ ഒരു നിമിഷം മതി. കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ റൈസോ അവൻ ഒരുപാട് ദേഷ്യത്തിലും സങ്കടത്തിലും അങ്ങനെ പല്ല് കടിച്ച് നിലവിളിച്ച് പറയും, ഒരു കാരണവശാലും ഇത് ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല, അവന് ഞാൻ മാപ്പ് കൊടുക്കില്ല. അത് കേട്ട് സാമുറായും കാഞ്ചറോയും അവന് കട്ട സപ്പോർട്ട് കൊടുക്കും. ആ വില്ലന്മാരെ തകർക്കാൻ ഞങ്ങളും നിന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് അവരങ്ങനെ പവറായിട്ട് നിൽക്കും. അപ്പൊ കിങ് ആണെങ്കിൽ അവിടേക്ക് വന്ന് ഇവരെ ആ പോണോഗ്ലിഫ് ഉള്ള ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ റോബിൻ അത് ഡീസൈഫർ ചെയ്ത് കഴിഞ്ഞു. റോബിൻ ആ പോണോഗ്ലിഫ് നോക്കി ഇപ്പോ നാമിയോട് ഒരു മാപ്പ് വരയ്ക്കാനായിട്ട് പറയും. റോബിൻ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് നാമി വേണം മാപ്പ് തയ്യാറാക്കാൻ. നാമി ആണെങ്കിൽ ഇപ്പൊ ഏതോ ഒരു സ്ഥലത്തെ പോയിന്റ് ചെയ്യുന്ന ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കും. അത് കണ്ട് നമ്മൾ ഡോക്കിങ് ആള് പറയും, ഇത് ആക്ച്വലി ഒരു റോഡ് പോണോഗ്ലിഫ് ആണ്. കടലില് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് പൈററ്റ്സുകൾ ഇവിടെ ഏറ്റവും വലിയ ലക്ഷ്യം ഗ്രാൻഡ് ലൈനിന്റെ എൻഡ് കണ്ടുപിടിക്കുക എന്നതാണ്. ഈ ഒരു പോണോഗ്ലിഫ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. എൻഡ് ഓഫ് ദ ഗ്രാൻഡ് ലൈന് അത് റാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഐലാൻഡ് ആണ്. സോ അവിടേക്ക് പോകാനുള്ള റൂട്ട് മാപ്പാണ് ഈ പോണോഗ്ലിഫിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രഹസ്യം അത് പുറത്തു പോവാതിരിക്കാനാണ് നമ്മുടെ ക്യാറ്റ് വൈപ്പർ കിങ്ങും ആളുടെ അസിസ്റ്റൻസും ഈ ഫോറസ്റ്റിന് ടൈറ്റ് സെക്യൂരിറ്റി ഒക്കെ കൊടുത്ത് അതിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവർ വീണ്ടും വീണ്ടും ആ കിങ്ങിനോട് ചോദിക്കും, സത്യം പറയും, ഈ പോണോഗ്ലിഫ് പ്രകാരം തയ്യാറാക്കിയ മാപ്പ് ഉപയോഗിച്ച് ആ ഒരു ഐലാൻഡിലേക്ക് സത്യത്തിൽ എത്താൻ പറ്റുമോ? അതിന് കിങ് ആണെങ്കിൽ തീർത്തു പറയും, തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചാൽ അവിടേക്ക് എത്താൻ പറ്റും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം കിങ് ഓഫ് ദ പൈററ്റ് ആവണമെങ്കിൽ ആ ഒരു എൻ്റെ ഐലാൻഡിൽ നമ്മുടെ ആൾക്കാർക്ക് എത്തിയേ പറ്റൂ. പക്ഷെ അപ്പോഴായിരിക്കും നമ്മുടെ കിങ് മറ്റൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുക്കുക. ആക്ച്വലി ഇതുപോലുള്ള റെഡ് പോണോഗ്ലിഫ് 4 ഈ ലോകത്തുണ്ട്. അതിലെല്ലാം തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളെ റാഫ്റ്റൽ ഐലാൻഡിലേക്ക് കൊണ്ടുപോവില്ല. പകരം അതിനോട് സാമ്യമുള്ള മറ്റൊരു ഐലാൻഡിലേക്കായിരിക്കും അത് എത്തിക്കുക. ആ 4 പോയിന്റ് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി അത് ക്രോസ് ചെയ്യുന്ന ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടാവും. അതാണ് യഥാർത്ഥ റാഫ്റ്റൽ. അവിടെയാണ് യഥാർത്ഥ റാഫ്റ്റൽ ഐലാൻഡ് ഉള്ളത്. അവിടേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. ഈസി ആയിട്ട് നിങ്ങൾക്ക് പൈററ്റ് കിങ് ആവാം. അവസാനമായിട്ട് അവിടേക്ക് പോയത് സാക്ഷാൽ കോൾഡി റോജർ ആണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും അത്ഭുതപ്പെട്ട് വായങ്ങനെ തുറന്നു നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.